നമ്മുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ പ്രവർത്തന ശക്തിയെക്കുറിച്ചുള്ള പുതിയ പ്ലേലിസ്റ്റ് ഞങ്ങൾ ഒരുക്കുകയാണ്. ഈ പ്ലേലിസ്റ്റിലൂടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന ശക്തിയെ പഠിച്ച് ഉപബോധ മനസ്സിനെ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തന്നെ പ്ലേലിസ്റ്റിന്റെ തുടക്കം മുതൽ വീക്ഷിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സിന്റെ അഭേദ്യമായ പ്രവർത്തന ശക്തിയെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന ശക്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിവരണങ്ങളുടെ സംഗ്രഹമാണുള്ളത്. അതായത് ക്രോഡീകരിച്ച ഒരു സമ്മറി. പ്രധാനമായും നാം ഓർമ്മിച്ചിരിക്കേണ്ട മൂല്യവത്തായ ഒരു 9 ആശയങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത്, നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള മർമ്മപ്രധാനമായ എല്ലാ ജോലികളും നിയന്ത്രിക്കുന്നു എന്നതാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ഉപബോധ മനസ്സിനകത്തുണ്ട്. എല്ലാ ആഗ്രഹങ്ങളുടെ ലക്ഷ്യ സഫലീകരണം എങ്ങനെ നടത്താമെന്നുള്ള ഉത്തരവും നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെയുണ്ട്. രണ്ടാമത്തെ ആശയം ഇതാണ്: ഉറങ്ങുന്നതിനു മുമ്പായി നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ നിശ്ചിതമായ ഒരു അപേക്ഷ നൽകിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നൽകുന്നത് നിങ്ങൾ പതിവാക്കുക. ഇങ്ങനെ ചെയ്താൽ സ്വയം നമ്മുടെ ഉപബോധ മനസ്സിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയുടെ തെളിവ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. മൂന്നാമത്തേത്, നിങ്ങളുടെ ബോധമനസ്സിൽ സൽക്കരിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണോ, ചിന്തകൾ എന്തൊക്കെയാണോ, അവയൊക്കെ ശ്രദ്ധയോടെ പരിശോധിച്ചു കൊണ്ടേയിരിക്കുക. അവയിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ ആശയങ്ങളോ കടന്നുകൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയുന്നത് എന്തൊക്കെയാണോ അവ ഭൂമിയാകുന്ന സ്ക്രീനിൽ വ്യവസ്ഥകളായും അനുഭവങ്ങളായും സംഭവങ്ങളായും ഒക്കെ നമുക്ക് പ്രകാശിപ്പിക്കപ്പെടും. ബോധമനസ്സ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ കാവൽക്കാരനാണ് എന്ന് നാം മുമ്പ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബോധമനസ്സിൽ വന്നു ചേരുന്ന ആശയങ്ങളെയും ചിന്തകളെയും നാം ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, എവ്രി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ എന്ന് നാം പറഞ്ഞിരുന്നു. അത് ഒരു പ്രാപഞ്ചിക സത്യമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിപ്രവർത്തനമുണ്ട്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതായത് നിങ്ങളുടെ ആക്ഷൻസ്. താനെയുള്ള നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രതികരണമാണ് പ്രതിപ്രവർത്തനങ്ങൾ, അതായത് റിയാക്ഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ നാം സൂക്ഷിക്കുക. അഞ്ചാമത്തെ ആശയം, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളാണ് നമ്മുടെ എല്ലാ നിരാശയ്ക്കും കാരണമാകുന്നത്. കാലതാമസമെടുക്കുന്ന കാര്യങ്ങളിലും തടസ്സങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ നമ്മുടെ ശ്രദ്ധയെ നാം പതിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് അതിനനുസരിച്ച് പ്രതികരിക്കുകയും നമ്മൾ സ്വയം നമ്മളുടെ നന്മയെ തടസ്സപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ആറാമത്തെ ആശയം ഇതാണ്: ഉപബോധ മനസ്സ് എനിക്ക് തന്ന ഈ ആഗ്രഹത്തെ ഇപ്പോൾ എന്നിലൂടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എല്ലാ സംഘർഷങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു അഫർമേഷനാണ്. ഉപബോധ മനസ്സ് എനിക്ക് തന്ന ഈ ആഗ്രഹത്തെ എന്നിലൂടെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ബോധപൂർവം ഈ കാര്യത്തെ സ്ഥിരീകരിക്കുക. അങ്ങനെ ചെയ്താൽ ജീവിത തത്വം നിങ്ങളിലൂടെ പൊരുത്തത്തോടെ താളാത്മകതയോടെ പ്രവഹിക്കുന്നതാണ്. അടുത്ത കാര്യം, നിങ്ങൾക്ക് ഭയം, ഉത്കണ്ഠ, ശല്യം എന്നിവയിലൂടെ നിങ്ങളുടെ ഹൃദയം, ശ്വാസകോശങ്ങൾ, മറ്റ് അവയവങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തിൽ ഇടപെടാൻ കഴിയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഭയം, ശല്യം, ഉത്കണ്ഠ പോലുള്ളതിൽ നിന്നും നമ്മുടെ ഈ ഹൃദയവും ശ്വാസകോശവുമൊക്കെ നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുക. മറിച്ച് ആരോഗ്യം, സമാധാനം, താളൈക്യം തുടങ്ങിയ ചിന്തകളിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണഗതിയിലാകും, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നാച്ചുറൽ മോഷനിലേക്ക് എത്തിച്ചേരും. അടുത്ത കാര്യം, നമ്മുടെ ബോധ മനസ്സിനെ കൊണ്ട് ഏറ്റവും നല്ലത് മാത്രം പ്രതീക്ഷിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ബോധ മനസ്സിന്റെ സ്വാഭാവിക ചിന്തയനുസരിച്ച് ഉപബോധ മനസ്സ് പ്രതികരിക്കും എന്ന് നാം മറക്കരുത്. ഏറ്റവും അവസാനത്തെ കാര്യം ഇതാണ്: നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സന്തോഷകരമായി അവസാനിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുക. ലക്ഷ്യങ്ങൾ സഫലീകരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ആനന്ദത്തെ നാം ഭാവനയിൽ കണ്ടുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങളുടെ അനുഭൂതിയായി മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ ഉപബോധ മനസ്സ് തയ്യാറാക്കുകയും അതിനായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഏതായാലും ഉപബോധ മനസ്സിന്റെ അപാരമായ പ്രവർത്തന ശക്തി എന്ന നമ്മുടെ ഈ പ്ലേലിസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്ലേലിസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം എങ്ങനെ കിട്ടും എന്നതാണ് നമ്മുടെ വിഷയം. അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വളരെ മികച്ച രീതിയിലുള്ള ജീവിതാനുഭവങ്ങൾ മാത്രം ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.